ഇപ്പം എ എന്ന് പറയുന്ന സാധനം 20 മീറ്റർ പെർ സെക്കൻഡില് റൈറ്റിലോട്ടാണ് നീങ്ങുന്നതെന്ന് സങ്കല്പിക്കാം. ബി എന്ന് പറയുന്ന സാധനം 2 മീറ്റർ പെർ സെക്കൻഡില് ലെഫ്റ്റിലോട്ടാണ് നീങ്ങുന്നത്. അങ്ങനെയാണ് വി എ ബി കണ്ടുപിടിക്കാൻ. വി എ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറയും. വി എ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ആദ്യം അത് അത് എന്നിട്ട് ഇവിടെ വി എ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് 20 എടുക്കും. 20 മീറ്റർ പെർ സെക്കൻഡ്. വി ബി എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് 2 മീറ്റർ പെർ സെക്കൻഡ് ആണോ -2 മീറ്റർ പെർ സെക്കൻഡ് ആണോ എടുക്കേണ്ടത്? -2 മീറ്റർ പെർ സെക്കൻഡ്. -2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ചോദിക്കുകയാണ് ആ എന്താ സാർ അങ്ങനെ എടുത്ത്? ചോദ്യത്തിൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ തന്നത്. ചോദ്യത്തിൽ തന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് എങ്ങോട്ട്? ലെഫ്റ്റിലോട്ടാണ്. വി എ എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് റൈറ്റിലോട്ടാണ്. റൈറ്റിലോട്ടുള്ള സാധനത്തിന് പോസിറ്റീവ് എടുക്കുകയാണ്. ലെഫ്റ്റിലോട്ടുള്ള സാധനത്തിന് എന്ത് ചെയ്യണം? നെഗറ്റീവ് എടുക്കണം. ആ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ വി എ ബി കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? വി എത്രയാ? 20 മൈനസ് വി ബി എത്രയാ? -2 ആണല്ലേ. അപ്പൊ എത്ര കിട്ടാ? 18 ആണോ? 22 മീറ്റർ പെർ സെക്കൻഡ്. പ്ലസ് 22 എന്ന് പറയുന്നതുകൊണ്ട് അത് എങ്ങോട്ടാ? ടുവേർഡ്സ് റൈറ്റ് ആണോ ടുവേർഡ്സ് ലെഫ്റ്റ് ആണോ? ടുവേർഡ്സ് റൈറ്റ് അല്ലേ? ആണ്. ഇനി വി ബി എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറയും. വി ബി മൈനസ് വി എ. വി ബി മൈനസ് വി എ. വി ബി എത്രയാ? -2 -2 മൈനസ് 20. -2 മൈനസ് 20 എന്ന് പറയുന്നത് -22 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ആണോ? അതെങ്ങോട്ടാ? ടുവേർഡ്സ് ലെഫ്റ്റ്. ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. മനസ്സിലായോ? -22 മീറ്റർ പെർ സെക്കൻഡ് മനസ്സിലായത് കൊണ്ടാണ് നമുക്ക് അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് മനസ്സിലായത്. Is this clear? അല്ലെങ്കിൽ അതിനെ 22 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന് എഴുതിയാലും മതി കേട്ടോ. -22 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് മൈനസ് ഉള്ളതുകൊണ്ടാണ് ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേ 22 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന് എഴുതിയാൽ അതും ശരിയാണ്. ഇത് മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം പറയട്ടെ. ഒരു ട്രെയിന് ആ ട്രെയിനിന്റെ വലുപ്പം ഒരു 300 മീറ്റർ. എത്രയാ? 300 മീറ്റർ വലുപ്പമുള്ള ഒരു ട്രെയിനാണ്. ആ ട്രെയിന് ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങോട്ടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ പറയട്ടെ, ഇത് നോർത്ത് ആണ് വിചാരിച്ചോ. അപ്പൊ ഇതാരാ? സൗത്ത്. The train is traveling towards north with a velocity of 22 meter per second. 22 meter per second. ആ ട്രെയിനിന്റെ മുകളിലൂടെ ഒരു ബേർഡ് പറക്കുന്നുണ്ട്. ഒരു കാക്ക പറക്കുന്നുണ്ട് വിചാരിച്ചു. ആ കാക്ക, the bird is moving towards south or bird is moving in the opposite direction of the train. Velocity of bird തന്നിരിക്കുന്നത് ഒരു 2 meter per second ആണ്. 2 meter per second. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, what is the time required for the bird to cross the train? ബേർഡിന് ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? ചോദ്യം മനസ്സിലായോ? Train is traveling with a velocity of 22 meter per second towards train is traveling with a velocity of 22 meter per second towards north. A bird is flying above the train in the opposite direction with a velocity of 2 meter per second. What's the shortest time required for the bird to cross the train? Did you understand the question? ചോദ്യം മനസ്സിലായോ? Yes. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ട്രെയിനും ബേർഡും അല്ലേ ഉള്ളത്? രണ്ടാളും മൂവ് ഉണ്ടോ അതോ ഒരാൾ മാത്രമാണോ മൂവ് ചെയ്യുന്നത്? രണ്ടാളും മൂവ് ഉണ്ടോ അതോ ഒരാൾ മാത്രമാണോ? രണ്ടാളും മൂവ് ചെയ്യുന്നു.
ഇവിടെ ഈ സാഹചര്യത്തിൽ നമ്മൾ നോർമൽ വെലോസിറ്റി ആണോ റിലേറ്റീവ് വെലോസിറ്റി ആണോ എടുക്കേണ്ടി വരിക? നോർമൽ. നമ്മള് ബസ് സ്റ്റോപ്പിലുള്ള ഒരാള് ബസ്സിലുള്ള ഒരാളെ നോക്കുന്ന സമയത്ത് നമുക്ക് നേരെ 30 തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു, കുഴപ്പമില്ലല്ലോ. പക്ഷേ ബസ്സിലുള്ള ആളെ കാറിലുള്ള ആള് നോക്കുന്ന സമയത്തുള്ള വെലോസിറ്റിന് അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി എടുക്കേണ്ടി വന്നു അല്ലേ? എന്തുകൊണ്ടാണ് റിലേറ്റീവ് വെലോസിറ്റി എടുക്കേണ്ടി വന്നത്? രണ്ടാള് മൂവി ഉണ്ട്, ശരിയാണോ? ഇവിടെ രണ്ടാള് മൂവി ഉണ്ടോ അതോ ഒരാൾ മാത്രമാണോ മൂവി എന്ന്? രണ്ടാള് മൂവ് ചെയ്യുന്നുണ്ട്. രണ്ടാള് മൂവി ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വെലോസിറ്റി നോർമൽ വെലോസിറ്റി ആണോ റിലേറ്റീവ് വെലോസിറ്റി ആണോ? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വെലോസിറ്റി നോർമൽ വെലോസിറ്റി ആണോ റിലേറ്റീവ് വെലോസിറ്റി? റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വെലോസിറ്റി എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വെലോസിറ്റി ഓഫ് ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ കണ്ടുപിടിക്കണം. ഇത് വെലോസിറ്റി ഓഫ് ട്രെയിൻ ആണ് വിചാരിച്ചോ. വെലോസിറ്റി ഓഫ് ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ അല്ലെങ്കിൽ ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ബേർഡ് എന്താണെങ്കിലും വെലോസിറ്റി ഓഫ് ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം? VAB കണ്ടുപിടിക്കാനുള്ള ഫോർമുല VAB കണ്ടുപിടിക്കാനുള്ള ഫോർമുല VA മൈനസ് VB. അപ്പൊ ഇവിടെ വെലോസിറ്റി ഓഫ് ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ ആണ്. വെലോസിറ്റി ഓഫ് ബേർഡ് മൈനസ് വെലോസിറ്റി ഓഫ് ട്രെയിൻ. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? വെലോസിറ്റി ഓഫ് ബേർഡ് എത്രയാ പറയും? -2 ആണോ -2 ആണോ? -2 സെക്കൻഡ് എടുക്കണം. വെലോസിറ്റി ഓഫ് ട്രെയിൻ നമ്മൾ എന്താ എടുക്കേണ്ടത് ഇവിടെ പറയേ? 22 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായതല്ലേ? കാരണം ബേർഡ് ട്രെയിനിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് വെലോസിറ്റി ഓഫ് ബേർഡ് ഇങ്ങോട്ടുള്ള കൺവെൻഷനലി ഇങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ നെഗറ്റീവ്, ലെഫ്റ്റിലോട്ടുള്ളൊക്കെ നെഗറ്റീവ്, റൈറ്റിലോട്ടുള്ള പോസിറ്റീവ് അല്ലേ എടുക്കാറുണ്ട്. അപ്പൊ VB മൈനസ് VT എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? VB എത്രയാ? -2 മൈനസ് എന്ത് 22. കുഴപ്പമുണ്ടോ? അപ്പൊ വെലോസിറ്റി ഓഫ് ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എത്രയാ? -24 മീറ്റർ. കുഴപ്പമില്ലല്ലോ. ഇനി ട്രെയിനിനെ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ ബേർഡ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? ട്രെയിനിനെ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ ബേർഡ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? 300 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാ? 300 മീറ്റർ ആണ്. കാരണം ട്രെയിനിനെ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ബേർഡ് 300 മീറ്റർ ട്രാവൽ ചെയ്യണം. കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി നമുക്കറിയാം, അത് 24 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ -24 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം 300 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ടൈം കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ടൈം കണ്ടുപിടിക്കണമെങ്കിൽ അതാണ് നമ്മളുടെ ഒരു മെയിൻ കുഴപ്പം. നമ്മള് V is equal to U plus AT, S is equal to UT plus half AT square, V square minus U square is equal to 2AS. ഈ മൂന്ന് ഇക്വേഷനും എപ്പോ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്? ഒരു സബ്സ്റ്റൻസ് കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ നീങ്ങുമ്പോൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. If a substance is moving with a constant acceleration ആണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. ഇവിടെ സബ്സ്റ്റൻസ് നീങ്ങുന്നത് കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണോ? വെലോസിറ്റി. അപ്പം കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നീങ്ങുന്ന സമയത്ത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി അല്ലേ? നിങ്ങളെ ഞാൻ ഇക്വേഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ട് എല്ലാ സമയത്തും ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യേണ്ടതുണ്ടോ? ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻസിലാണ് നമ്മൾ ഇതാ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ടാവും. അതന്നെ ആയിരിക്കും കഴിഞ്ഞ പരീക്ഷയ്ക്ക് തന്ന ചോദ്യങ്ങളിലുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ്? ആക്സിലറേഷൻ ഉണ്ടോ? ആക്സിലറേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ലെങ്കിൽ പിന്നെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെന്നില്ല.
വേണോ? അപ്പൊ വെലോസിറ്റി ഈസിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്. അപ്പൊ വെലോസിറ്റി ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഇസിക്കൽ എന്താ? ടൈം ഇസിക്കൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഓഡിയോ ബാക്കിയുള്ള ആൾക്കാരെ ഒന്ന് മ്യൂട്ട് ചെയ്യാനും ശ്രദ്ധിക്കണേ പറഞ്ഞു കഴിഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ടൈം ഇസിക്കൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഇവിടെ ടൈം എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിനെ കണ്ടുപിടിക്കല്ലേ വേണ്ടത്? ടൈം എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തില് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി ടി എന്ന് എഴുതിയാൽ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലേറ്റീവ് വെലോസിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂ മതി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 300 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എത്രയാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി 24. 300 by 24 അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? 12.5 ആണോ? എനിക്കറിയില്ല. ഏതാടാ? അതായത് ഇവിടെ നമ്മൾ ഇതിന്റെ വെലോസിറ്റി എടുക്കുന്നത് ഏത് വെലോസിറ്റിയാ? റിലേറ്റീവ് വെലോസിറ്റി എടുക്കേണ്ടത്. കാരണം പക്ഷി പറക്കുന്നത് 2 മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിലും ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നതിനോണ്ട് ആ 2 മീറ്റർ പെർ സെക്കൻഡ് ആണോ അവിടെ വരുന്ന വെലോസിറ്റി? അല്ല. പക്ഷിക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. നിർത്തിയിട്ട് ഒരു ട്രെയിനിനെ ക്രോസ് ചെയ്യുന്ന മാതിരിയാണോ മുന്നോട്ട് നീങ്ങുന്ന ഒരു ട്രെയിനിനെ ബേർഡിന് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം? ആണോ? അല്ല. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. കാരണം രണ്ടാൾ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിനെ എത്ര കണ്ടുപിടിച്ചത്? റിലേറ്റീവ് വെലോസിറ്റിനെ എത്ര കണ്ടുപിടിച്ചു? -24 എന്ന് കിട്ടി. ഈ മൈനസ് എന്താ സൂചിപ്പിക്കുന്നത്? മൈനസ് സൂചിപ്പിക്കുന്നത് അത് ലെഫ്റ്റിലോട്ടാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ടൈം കണ്ടുപിടിക്കുമ്പം ലെഫ്റ്റിലോട്ടുള്ള വെലോസിറ്റി ആണോ റൈറ്റിലോട്ടുള്ള വെലോസിറ്റി ആണോ നോക്കേണ്ട ആവശ്യമുണ്ടോ? ടൈം കണ്ടുപിടിക്കുമ്പം ലെഫ്റ്റിലേക്കാണോ വെലോസിറ്റി റൈറ്റിലേക്കാണോ വെലോസിറ്റി എന്നുള്ളത് നോക്കേണ്ടെന്ന് ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി ടി എടുത്താൽ മതി എന്ന് പറയുന്നത്. ഇനി വി ബി ടി എടുക്കേണ്ട ആവശ്യമില്ല. വെലോസിറ്റി ഓഫ് ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ബേർഡ് എടുത്താലും കുഴപ്പമില്ല. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ. ഓക്കെ. അതിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ട്രെയിനിന്റെ വലുപ്പം എന്ന് പറയുന്നത് എത്രയാ? 300. വി ബി ടി എത്രയാ? വി ബി ടി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ബേർഡ് വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ. അത് 24 എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ -24 എന്ന് എടുക്കാതെ ടൈം നെഗറ്റീവ് എന്നാവില്ലല്ലോ. സമയത്തിന് ഒരിക്കലും നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള വരല്ല. അപ്പം 300 by 24 ചെയ്തിട്ടുണ്ട്. എത്ര കിട്ടിയ നിങ്ങൾ പറയും? 12.5. അപ്പൊ 12.5 സെക്കൻഡ് കൊണ്ട് ഈ ബേർഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പക്ഷിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ പറ്റും. കുഴപ്പമുണ്ടോ? നമുക്ക് ഇതേപോലത്തെ വേറൊരു ചോദ്യം ചെയ്യാം. വേറൊരു ചോദ്യം ചെയ്യുകയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താ പറഞ്ഞാല് ഇത് നമ്മളുടെ എ എന്ന് പറയുന്ന ട്രെയിൻ ആണ്. എ എന്ന് പറയുന്ന ട്രെയിൻ VA വെലോസിറ്റിയിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ആ VA വെലോസിറ്റി ഞാൻ പറയട്ടെ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഉണ്ട്. ബി എന്ന് പറയുന്ന ട്രെയിന് ദാ ഇങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട്. ആ ബി എന്ന് പറയുന്ന ട്രെയിനിന്റെ വെലോസിറ്റി നമുക്ക് പറയട്ടെ 180 km/h ആണ്. എത്രയാ? 180 km/h കേട്ടോ. ഇനി എ എന്ന് പറയുന്ന ട്രെയിനിന്റെ വലുപ്പം നമുക്ക് ഒരു 300 മീറ്റർ എന്ന് പറയട്ടെ. ബി എന്ന് പറയുന്ന ട്രെയിനിന്റെ വലുപ്പം ഞാൻ പറയട്ടെ ഒരു 400 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ what is the shortest time in which the train will completely cross each other? ഇവിടെയും കണ്ടുപിടിക്കാൻ പറയുന്നത് ടൈം തന്നെയാണ്. എന്തിനുള്ള ടൈം?
രണ്ട് ട്രെയിനും കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്യാനുള്ള ടൈം. വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ടൈം ഇൻ വിച്ച് ദ ടു ട്രെയിൻസ് വിൽ കംപ്ലീറ്റ്ലി ക്രോസ് ഈച്ച് അതർ? ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? രണ്ട് ട്രെയിനുകൾ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ആവാൻ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈം എത്രയാണെന്നാണ് ചോദിച്ചത്. രണ്ട് ട്രെയിനുകൾ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ആവാൻ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈം. ഓക്കെ, ചോദ്യം മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോർമൽ വെലോസിറ്റി ആണോ റിലേറ്റീവ് വെലോസിറ്റി ആണോ എടുക്കേണ്ടത്? പറയൂ. ഈ സാഹചര്യത്തിൽ നമ്മൾ നോർമൽ വെലോസിറ്റി ആണോ റിലേറ്റീവ് വെലോസിറ്റി ആണോ എടുക്കേണ്ടത്? റിലേറ്റീവ് വെലോസിറ്റി ആണ്. അതിനുള്ള കാരണം നിങ്ങൾ പറയും. രണ്ടും മൂവ് രണ്ട് മൂവി ഉണ്ട്. അപ്പൊ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. അപ്പൊ വി എ ബി കണ്ടുപിടിക്കാം. വി ബി എ എന്ത് കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് മറ്റേ ആൻസർ നെഗറ്റീവ് ആയിട്ട് കിട്ടുന്നുള്ളൂ. വി എ ബി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫോർമുല എന്താ? വി എ മൈനസ് വി ബി ആണ്. വി എത്രയാ? വി എത്രയാ പറയും? 20 മീറ്റർ പെർ സെക്കൻഡ്. വി ബി എത്രയാണ്? വി ബി എത്രയാ പറയും? 180 കിലോമീറ്റർ പെർ ഹവർ. പക്ഷെ ഞാൻ അതിനെ -180 കിലോമീറ്റർ പെർ ഹവർ എഴുതും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാൻ -180 സഞ്ചരിക്കുന്നത്? ലെഫ്റ്റിലോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രെയിന് എ റൈറ്റിലോട്ടാണ്, അതുകൊണ്ടാണ് അതിന് പോസിറ്റീവ് എഴുതിയത്. ട്രെയിൻ ബി ലെഫ്റ്റിലോട്ടാണ്. പിന്നെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ കുഴപ്പം എന്താ? ഇത് കിലോമീറ്റർ പെർ ഹവറിലാണ് തന്നത്. അപ്പൊ നമുക്ക് ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേ ആക്കണം. അതിന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഫോർമുല 1 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേ ആക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചേക്കേണ്ട ഫോർമുല പറയും. 1 കിലോമീറ്റർ പെർ ഹവർ ഇക്വൽ എത്രയാ പറയും? 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊന്ന് ഓർത്ത് വെക്കണേ. 5/18 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 180 കിലോമീറ്റർ പെർ ഹവർ എത്രയായിരിക്കും? 180 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് 180 into 5 divided by 18 ആയിരിക്കും. കുഴപ്പമുണ്ടോ? 18ഉം 180ഉം വെട്ടി 10 നാക്കാം. 10 into 5 എത്രയാ? 50 എന്ത്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 180 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നതിനെ -50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. -50 മീറ്റർ പെർ സെക്കൻഡ് എഴുതാം. ശരിയല്ലേ? ശരിയാണോ? ആണ്. ഇതില് കുറച്ചു മുന്നേ ഏതോ ഒരു കുട്ടി എന്ത് ചെയ്തു? അവന് മനസ്സിലാവാത്ത കാര്യങ്ങൾ അവൻ ഫ്രാങ്ക് ആയിട്ട് ചോദിച്ചു. നിങ്ങൾ അതേ പരിപാടി തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ വെറുതെ തലയാട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ എത്തൂല. പിന്നെ വേറൊരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് വേണേ നിങ്ങളെ സന്തോഷിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭാവിയിലേക്ക് നല്ല റാങ്കും മാർക്കും മേടിപ്പിച്ചു തരാം. നിങ്ങളെ സന്തോഷിപ്പിക്കണേ എനിക്ക് എന്ത് ചെയ്താൽ പറഞ്ഞാല് ഞാൻ പഠിപ്പിച്ച അതേപോലെ തന്നെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടെന്നാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. നിങ്ങൾ പറയും ഇത് ഭയങ്കര എളുപ്പമാണ്, നല്ല സുഖമുണ്ട് ഫിസിക്സ്. പക്ഷേ മാർക്കും റാങ്കും ഒന്നും ഇങ്ങനെ വരില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനേക്കാൾ കൂടുതൽ സന്തോഷിപ്പിക്കണം, ഏറ്റവും എളുപ്പമുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തരാം. അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാനിവിടെ ചോദിക്കുന്ന അല്ലെ ഈ ചെയ്യുന്ന ചോദ്യങ്ങളും ഇതേ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിഞ്ഞാല്, ഞങ്ങൾ ഇവിടെ ഒരു 10-15 കൊല്ലമായി ഞങ്ങൾ ഈ പാറ്റേൺ കാണുന്നത്. നിങ്ങളെ മരുന്ന് കുട്ടികളെയും കുറെ എക്സാംസും എങ്ങനെ കാണും. അപ്പൊ അതില് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഭാഗങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഒക്കെ അത് ഫ്രാങ്ക് ആയിട്ട് ചോദിക്കും. പിന്നെ
ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ടഫും എളുപ്പമുള്ളതൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളും ഞാൻ ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ എന്നെ ചോദ്യങ്ങളായിട്ട് തരിക എന്ന് പറയുന്നതിലും എനിക്ക് വലിയൊരു യോജിപ്പില്ല. പിന്നെ ഞാൻ എടുത്ത ഒരു സെഷനിൽ നിന്ന് അടുത്ത ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്ന് എവിടെ നിന്ന് വേണം ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പം ഇന്നിപ്പോ ഞാൻ ഇതേമാതിരി തന്നെ റിലേറ്റീവ് വെലോസിറ്റിന്റെ ചോദ്യങ്ങളേക്ക് അടുത്ത എക്സാമിന് ഇടുക അല്ലെ. റിലേറ്റീവ് വെലോസിറ്റിന്റെയും വരാം, അല്ല അതിന്റെ മുന്നേ പഠിപ്പിച്ച ഈ ഭാഗങ്ങളുടെ ഈ ചാപ്റ്ററിന്റെ ഈ ഭാഗങ്ങളിലെ കാര്യങ്ങളും വരാം, അതിന്റെ മുന്നേ പഠിപ്പിച്ച ഭാഗങ്ങളിലും വരാം. അപ്പൊ മുഴുവൻ പഠിക്കണം. എന്തായാലും ഇത് 50 മീറ്റർ പെർ സെക്കൻഡ്. ഇതിൽ ഡൗട്ട് ഉണ്ടോ? വി ബി എന്ന് പറയുന്നത് -50 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ളത് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി എ ബി കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? വി എ ബി കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? വി എ മൈനസ് ബി. വി എത്രയാ? വി എത്രയാ? വി എത്രയാ? 20 മൈനസ് വി ബി എത്രയാ? വി ബി -50 ആണ്. അപ്പൊ 20 മൈനസ് -50 അല്ലെ. ഞാൻ ഈ ബ്രാക്കറ്റ് ഒക്കെ ഇടുന്നതിനോണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാവല്ലേ ചെയ്യുന്നത് അല്ലെ. 20 മൈനസ് -50. അപ്പം 20 മൈനസ് -50 എത്രയാ? 20 പ്ലസ് 50. 20 പ്ലസ് 50 എത്രയാ? 70 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. 70 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 70 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇങ്ങനെയാണെങ്കിൽ എന്തിനാ നമ്മൾ വി എ ബി കണ്ടുപിടിച്ചേ? വി എ ബി കണ്ടുപിടിച്ച നമ്മൾ ടൈം കണ്ടുപിടിക്കാനാ. ടൈം കണ്ടുപിടിക്കണേ. ഇവിടെ ബേർഡിന്റെ പ്രോബ്ലത്തിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 300 മീറ്റർ. 300 മീറ്റർ എന്ന് പറയുന്നത് എന്താ? ട്രെയിനിന്റെ വലുപ്പേനി അല്ലെ. ബേർഡിന്റെ പ്രോബ്ലം കുറച്ച് മുന്നത്തെ പ്രോബ്ലത്തിൽ ഡിസ്പ്ലേസ്മെന്റ് 300 മീറ്റർ ആണ്. എന്തുകൊണ്ടാ? ട്രെയിനിന്റെ വലുപ്പം 300 മീറ്റർ ആയിരുന്നു. ഇവിടെ നമ്മൾ എന്താ എടുക്കുക? ഇവിടെ ബേർഡിനാണോ ട്രെയിൻ ക്രോസ് ചെയ്യേണ്ടത്? ഒരു പക്ഷിക്ക് ട്രെയിൻ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണോ ചോദിച്ചത്? അല്ല. പറയ് ചിന്തിക്ക്. അപ്പൊ ഇവിടെ എന്താ എടുക്കണ്ടേ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 300 ആണോ എടുക്കണ്ടേ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കണ്ടേ 300 ആണോ? പറയ്. ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. അല്ല. 300 അല്ല. 400 ആണോ? 400 ആണോ? അല്ല. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 300 പ്ലസ് 400 ആണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെ ചിന്തിച്ചോ. എന്റെ ഈ വിരല് കാണില്ലേ നിങ്ങള്? ഈ വിരലിന്റെ നഖമുള്ള ഭാഗമാണ് എന്ത് പറഞ്ഞാല് നമ്മളുടെ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം കേട്ടോ. ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം. ഈ പെന്ന് കാണുന്നില്ലേ? പെന്ന് കണ്ടോ? ഈ പെന്നിന്റെ ടിപ്പുള്ള ഭാഗമാണ് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം. അപ്പം ഇപ്പം എന്ത് ചെയ്തു? ഇപ്പം ഈ പെന്ന് എന്ന് പറയുന്ന ട്രെയിനിന്റെ ഡ്രൈവറും ഈ വിരല് എന്ന് പറയുന്ന ട്രെയിനായിട്ട് സങ്കല്പിക്കുകയാണ്. രണ്ട് ഡ്രൈവർമാർ രണ്ടും കണ്ടുമുട്ടി. ശരിയല്ലേ? ശരിയാണോ? ശരിയാണ്. ഇനി മുന്നോട്ട് നീങ്ങി ഇവിടെ എത്തിയപ്പോ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാല് പെന്നിന്റെ ടിപ്പ് വിരലിന്റെ ലാസ്റ്റ് എത്തി. അതായത് പെന്ന് എന്ന് പറയുന്ന ട്രെയിനിന്റെ ഡ്രൈവർ നമ്മളെ വിരല് എന്ന് പറയുന്ന ട്രെയിനിന്റെ ബാക്കിൽ കൊടി ഇങ്ങനെ വീശുന്ന ഒരാളില്ലേ? ട്രെയിനിന്റെ ബാക്കിൽ കൊടി വീശുന്ന ഒരാളുണ്ടോ? അയാളുമായിട്ട് കണ്ടുമുട്ടി. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്തോ? ഇല്ല. ഫസ്റ്റ് ട്രെയിൻ ക്രോസ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പം ഇനിയിപ്പോ എത്ര ദൂരം കൂടി ട്രാവൽ ചെയ്യണം? ഇത്ര ദൂരം കൂടി ട്രാവൽ ചെയ്താലാണ് കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ആവുക അല്ലേ? അപ്പം 300 മീറ്റർ ഇപ്പൊ ട്രാവൽ ചെയ്തു. 300 മീറ്റർ. പിന്നെ ഇനി എത്ര മീറ്റർ കൂടി ട്രാവൽ ചെയ്യണം? ആ പെന്ന് എന്ന് പറയുന്ന ട്രെയിനിന്റെ മൊത്തം ദൂരം കൂടി ട്രാവൽ ചെയ്യണം. അപ്പൊ 400 മീറ്റർ കൂടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 700 മീറ്റർ ആണ്. 700 മീറ്റർ. മനസ്സിലായോ? അങ്ങനെയാണ്. മനസ്സിലായില്ല. ഈ ദൂരാണോ? നീ ഉദ്ദേശിച്ച ഈ ദൂരാണോ? അതായത് ഷോർട്ടസ്റ്റ് ടൈം എന്നാണ് ഞാൻ പറഞ്ഞത്. ഷോർട്ടസ്റ്റ് ടൈം ഓർക്കുണ്ടോ? ചോദ്യം ഓർക്കുണ്ടോ? ഷോർട്ടസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദൂരം തന്നിട്ടുമില്ല വിചാരിച്ചോ. നീ ചോദിച്ചത് ശരിയാണ്. ഷോർട്ടസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദൂരം അവർ തന്നിട്ടും ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ പിന്നെ ഈ ദൂരത്തിന് നോക്കേണ്ട ആവശ്യമില്ല. ചോദ്യത്തില് ഷോർട്ടസ്റ്റ് ടൈം എന്ന് പറയുന്നുണ്ട്.
ഈ ദൂരം അവർ തന്നിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്നെ ഈ ദൂരം നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവൻ പറഞ്ഞത് ശരിയാണ്, ഈ ദൂരം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പം ഇവിടെ ഡിസ്റ്റൻസ് അപ്പൊ എത്രയാ? 700 മീറ്റർ. 700 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പറയും. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. അതായത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വി എ ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എ ബി. അതായത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണ് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 700. ഡൗട്ട് ഉണ്ടോ? ഡിവൈഡ് ബൈ വെലോസിറ്റി എത്രയാ? വെലോസിറ്റി എത്രയാ പറയും? 70. അപ്പൊ എത്രയാ ഉത്തരം കിട്ടാം? അപ്പോൾ എത്രയാണ്? 10. അപ്പൊ ടൈം 10 സെക്കൻഡ്. മനസ്സിലായോ? 10 സെക്കൻഡ് മനസ്സിലായോ? യെസ്. അപ്പം ട്രെയിൻ ക്രോസിംഗ് പ്രോബ്ലത്തിന്റെ ഈ സെഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം പറയുകയാണെങ്കിൽ, നമ്മൾക്ക് ഒരു പാലമുണ്ട്. ഇതെന്താ? ഇതൊരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിന്റെ വലുപ്പം ഒരു 50 മീറ്റർ ആണ്. എത്രയാ? 50 മീറ്റർ. ആ ബ്രിഡ്ജിന്റെ മേലെ കൂടെ ഒരു ട്രെയിനിന് ക്രോസ് ചെയ്യണം. ബ്രിഡ്ജിന്റെ മേലെ കൂടെ ഒരു ട്രെയിനിന് ക്രോസ് ചെയ്യണം. ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ട്രെയിനിന്റെ വലുപ്പം ഒരു 300 മീറ്ററും. അങ്ങനെയാണ് വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ടൈം വിത്ത് വിച്ച് ദ ട്രെയിൻ ക്യാൻ കംപ്ലീറ്റ്ലി ക്രോസ് ദ ബ്രിഡ്ജ്? What is the shortest time with which the train can completely cross the bridge? ചോദ്യം മനസ്സിലായോ? What is the shortest time with which the train can completely cross the bridge? ചോദ്യം മനസ്സിലായോ? Yes, sir. Yes. അപ്പം ഇവിടെ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞോണ്ടാ, നമ്മളിവിടെ റിലേറ്റീവ് വെലോസിറ്റി ആണോ നോർമൽ വെലോസിറ്റി ആണോ ഇവിടെ എടുക്കേണ്ടത്? Normal velocity. ഇവിടെ നോർമൽ വെലോസിറ്റി എടുത്താൽ മതി. ആ എന്താ നോർമൽ വെലോസിറ്റി എടുത്താൽ മതി എന്ന് പറയുന്നത്? പാലെന്തായാലും മൂവ് ചെയ്യില്ലല്ലോ. ഇല്ല, ട്രെയിൻ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഒരാൾ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ട്രെയിൻ എന്ന് എടുത്താൽ മതി. ഇവിടെ ഞാൻ പറയാണ് അതിനെ -20 എന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറഞ്ഞാല് ഡയറക്ഷൻ എന്തായാലും ആവശ്യമില്ലല്ലോ. ടൈം കണ്ടുപിടിക്കാൻ ചോദിച്ചാണ്. വെലോസിറ്റിന് വേണേ നമുക്ക് 20 എഴുതാം. ഇനി -20 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 20 മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇവിടെ പാലം കടക്കണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 350. യെസ്, ഇറ്റ് ഈസ് 300 + 50. മനസ്സിലായോ? എന്തുകൊണ്ടാ 300 + 50 എന്ന് എഴുതിയത്? കാരണം ട്രെയിനാണ് പാലം കടക്കേണ്ടത്. ട്രെയിൻ പാലം കടക്കണമെങ്കിൽ 50 മീറ്റർ ദൂരം ട്രാവൽ ചെയ്താൽ മാത്രം പോരാ, പിന്നെ ആ ട്രെയിനും കംപ്ലീറ്റ് ആയിട്ട് കടന്നു പോകണം. അപ്പൊ 300 കൂടി 300 + 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 350. മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണ് 350 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ടൈം ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ടൈം ഇസ് ഈക്വൽ ടു നമ്മൾ കുറച്ച് മുന്നേ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ 350 ഡിവൈഡഡ് ബൈ വെലോസിറ്റി എത്രയാ? 20. എത്ര കിട്ടും പറയ്. 17.5. അത്ര എന്ത്? സെക്കൻഡ്. മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? Yes, sir. യെസ്. അപ്പം ഇതാണ് നമുക്ക് അതിന്റെ കിട്ടിയ ആൻസർ അല്ലേ? ശരിയല്ലേ? ശരിയാണല്ലോ? Yes, sir. യെസ്. അപ്പം പറയ്.
പറയടാ. രണ്ട് ട്രെയിൻ ഒരുമിച്ച് പോവാണെങ്കിലോ? രണ്ട് ട്രെയിൻ ഒരുമിച്ച് പോവാണെങ്കിൽ ചോദ്യം എന്തായിരിക്കും? ഒന്നിന് സ്പീഡ് കൂടുതലാ, അപ്പൊ മറ്റേനെ ക്രോസ് ചെയ്യാൻ എന്താക്കും? അതായത് നീ ചോദിക്കുന്നത് രണ്ടിനും ഒരേ ഡയറക്ഷനിലാണ് നീങ്ങുന്നതെങ്കിലോ എന്നല്ലേ? അതായത് എ എന്ന് പറയുന്ന ട്രെയിന് ഒരു 30 മീറ്റർ പെർ സെക്കൻഡിലാണ് നീങ്ങുന്നത്. നമുക്ക് ആ ചോദ്യവും ചെയ്യാം. ബി എന്ന് പറയുന്ന ട്രെയിൻ ഇവൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. ബി എന്ന് പറയുന്ന ട്രെയിൻ എന്ത് ചെയ്യുന്നാല് കുറച്ച് ബാക്കിലേക്ക് വരയ്ക്കട്ടെ. ബി എന്ന് പറയുന്ന ട്രെയിന് എനേക്കാൾ ബാക്കിലാണ്, എന്റെ പിറകിലാണ്. ഇനി ബി എന്ന് പറയുന്ന ട്രെയിന് ഒരു 60 മീറ്റർ പെർ സെക്കൻഡിലാണ് നീങ്ങുന്നത്. ബി എന്റെ വലുപ്പം ഒരു 200 മീറ്റർ, ബിന്റെ വലുപ്പം ഒരു 100 മീറ്റർ. അങ്ങനെയാണ് വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ക്രോസ് ദ 2 ട്രെയിൻ? നിങ്ങൾ പറയും, ഇനി ഞാനാ പറയണ്ടേ? ഇതിലിപ്പം പറയും ഈ സാഹചര്യത്തില് കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്യാൻ. ഇതുപോലത്തെ സാഹചര്യത്തില് റിലേറ്റീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതില് ടൈം വയ്ക്കുന്നോണ്ടാണോ ഇങ്ങനെയാണ്, അതോ നോർമൽ ആയിട്ടുള്ളതില് അങ്ങനെയാണോ? എങ്ങനെ ഈ ടൈം വയ്ക്കുന്നോണ്ടാണോ ഈ റിലേറ്റീവ് ആയിട്ടുള്ള രീതി ചെയ്യേണ്ടത്? അതായത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ റിലേറ്റീവ് ആണോ എന്ന് നോക്കേണ്ടത്. ഇവിടെ റിലേറ്റീവ് നമ്മൾ യൂസ് ചെയ്തില്ലല്ലോ. ഇവിടെ റിലേറ്റീവ് യൂസ് ചെയ്യാത്തത് എന്തുകൊണ്ടാ? ടൈം ചോദിച്ചതിനോട് മാത്രമല്ല. ഇവിടെ റിലേറ്റീവ് യൂസ് ചെയ്യാത്തത് ഒരു സാധനം മാത്രമേ നീങ്ങുന്നുള്ളൂ, മറ്റേ സാധനം നീങ്ങുന്നില്ല. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ റിലേറ്റീവ് യൂസ് ചെയ്യണോ യൂസ് ചെയ്യണ്ടേ? അപ്പൊ നീ പറയും. ഇവിടെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി യൂസ് ചെയ്യണം. കാരണം എന്താ? രണ്ടാളും നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നാല് ഇവിടെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി സിറ്റുവേഷനിലെ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ അല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചോദ്യത്തിലേക്ക് ഇറങ്ങണം. നിങ്ങൾക്ക് തരുന്ന ചോദ്യങ്ങളില്ലേ, നിങ്ങൾക്ക് തരുന്ന ചോദ്യങ്ങള് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടല്ല. ശരിക്കും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ചോദ്യങ്ങളില്ലേ, അതെന്തിനാ പറഞ്ഞാല് നിങ്ങള് ഫിസിക്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ മാർക്ക് കിട്ടുന്നില്ല, അത് നിങ്ങളുടെ താല്പര്യമാണ്. എന്റെ താല്പര്യം എന്താ പറഞ്ഞാൽ നിങ്ങളെ ഫിസിക്സ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ഫിസിക്സ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിനെ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ ഉപയോഗിച്ചിട്ട് നിങ്ങളെ തലേന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പൊങ്ങിക്കണം. എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇവിടെ ഇതിന്റെ ഉത്തരം പറയാം. ഇതിന്റെ ഉത്തരം എന്താ ചെയ്യണ്ടേ? ഇവിടെ നമ്മൾ ആരെ കണ്ടുപിടിക്കണം? VAB കണ്ടുപിടിക്കണം അല്ലേ? വേണ്ടേ? VAB കണ്ടുപിടിക്കണേ ഫോർമുല പറയും. VA മൈനസ് VB ആണ്. VA മൈനസ് VB ആണ്. ഇവിടെ കണ്ടുപിടിക്കാൻ ഫോർമുല എന്താ ചെയ്യണ്ടേ? പറയും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. പറയും എത്രയാ? VA മൈനസ് VB. VA എത്രയാ? VA 30 അല്ലേ? മൈനസ് VB എത്രയാ? 60 അല്ലേ? മൈനസ് 60 അല്ലല്ലോ, 60. അപ്പൊ 30 മൈനസ് 60 എത്രയാ? മൈനസ് 30. അപ്പൊ VAB എന്ന് പറയുന്നത് മൈനസ് 30 കിട്ടി. ഇവിടെ ടൈം കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് VAB അല്ലെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് VAB. നെഗറ്റീവ് സൈൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? രണ്ട് ട്രെയിനും കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്യാനുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? പറയും. 300. 300. അതായത് 200 പ്ലസ് 100 തന്നെ എടുക്കണം അല്ലേ? കുഴപ്പമുണ്ടോ? ഡിവൈഡഡ് ബൈ എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് VAB എന്ന് പറയുമ്പോൾ 30. അപ്പൊ 300 ഡിവൈഡഡ് ബൈ 30. മനസ്സിലായോ? 300 ഡിവൈഡഡ് ബൈ 30 എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ്. 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ആണ്. അപ്പം ഈ കാര്യം കിട്ടിയില്ലേ? 10 ടൈം അല്ലേ? 10 ടൈം അല്ലേ? 10 സെക്കൻഡ്. ആയിക്കോട്ടെ, 10 സെക്കൻഡ്. അത് മീറ്റർ പെർ സെക്കൻഡ് അല്ല, 10 സെക്കൻഡ് അല്ലെ? 10 സെക്കൻഡ് കിട്ടിയോ? അപ്പൊ ഇതൊക്കെ കിട്ടി. നിങ്ങൾ എന്താ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ, നിങ്ങള് ഫിസിക്സ് സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇനി വേറെ ആരെങ്കിലും നിങ്ങളോട് പറയാണ് ഫിസിക്സ് സിമ്പിൾ ആണെന്ന് പറയുകയാണെങ്കിൽ അവര് നിങ്ങളെ പറ്റിക്കാണ് കേട്ടോ. ഫിസിക്സ് ടഫാണ്. എൻട്രൻസിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഫിസിക്സ് തന്നെയാണ്. അപ്പം
ചോദ്യങ്ങൾ ചോദിക്കുക, ഞാൻ പഠിപ്പിച്ച അതേ രീതിയിലുള്ള ചോദ്യങ്ങളാണോ ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളിൽ കുറച്ച് മാറ്റി മറിച്ചിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓരോ സമയത്തും പുതിയ പുതിയ ചോദ്യങ്ങൾ അവരുണ്ടാക്കും. പക്ഷെ എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യും, നമ്മൾ പഠിപ്പിക്കുന്ന കുറെ ഭാഗങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാ? അതിനുള്ള പ്രിപ്പറേഷൻ ആദ്യമേ വേണ്ടേ? വേണോ? അല്ലാണ്ട് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ തന്നെ എക്സാമിന് ചോദിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും റാങ്ക് കിട്ടണ്ടേ? അങ്ങനെ കിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവിടെ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും റാങ്ക് കിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കും. ഉണ്ടോ? ഇപ്പം ഏത് സ്ഥാപനം ആയിക്കോട്ടെ, വലിയ സ്ഥാപനമോ ചെറിയ സ്ഥാപനമോ എവിടെയാണെങ്കിലും അവിടെ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും റാങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവര് പഠിപ്പിച്ച ചോദ്യങ്ങൾ തന്നെ എക്സാമിന് ചോദിച്ചിട്ടാണ്. അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല. അവർക്ക് റാങ്ക് കിട്ടുന്നത്. അപ്പൊ അവർക്ക് റാങ്ക് കിട്ടുന്നത് എങ്ങനെയാ പറഞ്ഞാല് ഇവര് പഠിപ്പിച്ച ചോദ്യങ്ങൾ കൂടാതെ അവര് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനനുസരിച്ച് ആ കുട്ടികൾ അതിനനുസരിച്ചുള്ള ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് ആദ്യമേ വേണ്ടേ? വേണോ? അതോ നിങ്ങളെ ഞങ്ങൾ സന്തോഷിപ്പിച്ചാൽ മതിയോ? സന്തോഷിപ്പിച്ചാൽ പോരാ. അതിനുകൊണ്ട് എന്ത് ചെയ്യുന്ന ഇതേമാതിരി ചോദ്യങ്ങളൊക്കെ വരും. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കാനേ താല്പര്യമുള്ളൂ. എനിക്ക് എന്താ വേണ്ട പറഞ്ഞാല് നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോഴേക്കും എന്നേക്കാൾ ബുദ്ധിയുള്ള അല്ലെ എന്നേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായി മാറണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പരിപാടികൾ ഇങ്ങനെ തന്നെയൊക്കെ പോവുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ ആ ചോദ്യത്തിന് അഭിമുഖീകരിച്ചോ. മാർക്ക് കുറഞ്ഞാൽ കുറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ അടുത്ത വശം ഈ ചോദ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാണ് ഇനി കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, മാക്സിമം പഠിച്ചിട്ട് മാക്സിമം രീതിയിൽ നല്ല അറിയുന്ന രീതിയിലൊക്കെ തന്നെ ചെയ്യാൻ നോക്ക്. ചോദ്യങ്ങൾ അങ്ങനെ പലതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കണേ. ഓക്കെ, ബൈ. താങ്ക് യു സാർ. ഓക്കെ. Thank you, sir.